പാലക്കാട് തൃത്താലയിൽ പോലീസുകാരനെ കാറടിപ്പിച്ച ശേഷം കടന്നുകളഞ്ഞ കേസിൽ മുഖ്യപ്രതി പിടിയിൽ. ഞാങ്ങാട്ടിരി സ്വദേശി അലൻ അഭിലാഷാണ് പിടിയിലായത്. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് അലൻ ഓടിച്ചിരുന്ന കാറ് ഗിരഡ് എസ് ഐ പി കെ ശശികുമാറിനെ ഇടിച്ചു തെറിപ്പിച്ചത്. അന്വേഷണ ചുമതല ചാലിശ്ശേരി സിഐക്ക് കൈമാറി. കാറിൽ അലന് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് അജീഷിനായും അന്വേഷണം തുടരുകയാണ്. കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവമാണ് ഇന്നലെ തൃത്താല വെള്ളിയാങ്കല്ലിൽ നടന്നത്. സംരക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമെന്ന ഉറപ്പിന്റെ ബലത്തിലായിരിക്കണം ആ യുവാക്കൾ ഈ പേക്കൂത്തുകളൊക്കെ കാണിച്ചുകൂട്ടിയത്. ഇന്നലെ രാത്രി 10 മണിയോടെയായിരുന്നു തൃത്താല വെള്ളിയാങ്കല് മംഗലം ഭാഗത്ത് വെച്ച് യുവാക്കൾ കാർ ഉപയോഗിച്ച് എസ് ഐയെ ഇടിച്ച് കടന്നുകളഞ്ഞത്. ആളൊഴിഞ്ഞ കാർ ശ്രദ്ധയിൽപ്പെട്ട് അടുത്തേക്കെത്തിയ എസ് ഐ ശശികുമാറിനെയും സംഘത്തെയും കണ്ട് യുവാക്കൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ വണ്ടിയുടെ അടുത്തേക്ക് വന്നപ്പോൾ വണ്ടി പെട്ടെന്ന് റിവേഴ്സ് എടുത്തു. അവിടെ തന്നെ പെട്ടെന്ന് ഈ വണ്ടി ഇടിച്ച് ഈ പരിക്ക് വെച്ച് പോലീസുകാരനെ ഇടിച്ച് തെറിപ്പിച്ചു പോകുന്നത്. മേഖലയിലെ യുവാക്കളുടെ സംഘം ചേരൽ പതിവാണെന്നാണ് കാറിടിക്കൽ സംഭവത്തിന്റെ ദൃക്സാക്ഷി സുരേന്ദ്രൻ പറയുന്നത്. കാറ് കൊണ്ട് നിൽക്കണ്ടിട്ട് പോലീസ് വണ്ടി അവിടുന്ന് വന്നു. പോലീസ് വണ്ടി മുൻപിൽ നിർത്തിയ നേരത്തെ ഈ ഒരു റിവേഴ്സ് എടുത്തിട്ട് പോയതാണ്. അപ്പോൾ നേരത്തെ അപ്പോഴേക്ക് എസ് ഐ ഇറങ്ങിയിട്ട് കൈ കാണിക്കാൻ വണ്ടി തടയാൻ വേണ്ടി നോക്കിയതാണ്. രാത്രി എന്നല്ല, ഏതാണ്ട് എല്ലാ സമയങ്ങളിലും ഇങ്ങനെയുള്ള ഈ യാത്രക്കാർ റെസ്റ്റ് ചെയ്യാൻ വരുന്നുള്ള മട്ടിലിങ്ങനെ ഇവിടെ വരാറുണ്ട്. എന്നല്ല അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലെ ആളുകൾക്കുണ്ട്. പട്ടാമ്പിയിൽ വെച്ചാണ് മുഖ്യപ്രതി അലനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എസ് ഐയെ വാഹനം പിടിക്കുന്ന സമയത്ത് കൂടെയുണ്ടായിരുന്നത് സുഹൃത്തായ ഒറ്റപ്പാലം സ്വദേശി അജീഷാണെന്ന് അലൻ മൊഴി നൽകി. അജീഷിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഞാങ്ങാട്ടിരി സ്വദേശി അഭിലാഷിന്റെ ഉടമസ്ഥതയിലുള്ള പോളോ വോക്സ് വാഗൺ കാർ എസ് ഐയെ ഇടിച്ച ശേഷം അമിത വേഗത്തിൽ കടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഗ്രേഡ് എസ് ഐ ശശികുമാർ കുന്നംകുളത്തെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ചെയ്യാൻ കഴിയുന്നത് ഒന്നു മാത്രമാണ്: കുറ്റക്കാർക്ക് ശക്തമായ തക്കതായ ശിക്ഷ നൽകുക. അതുണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.